പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 3 രൂപ വർദ്ധിപ്പിച്ചതോടെ സംസ്ഥാനത്ത് വ്യാപക പ്രതിഷേധം ഉയരുന്നു. ഇന്ധനവില വർധന സാധാരണക്കാരുടെ ജീവിതത്തെ കൂടുതൽ പ്രതിസന്ധിയിലേക്കാക്കുമെന്ന് ജനങ്ങളുടെ പ്രതികരണം. സംസ്ഥാനത്ത് ഇന്ധനവില വർദ്ധിച്ചിരിക്കുകയാണ്. പെട്രോൾ, ഡീസൽ ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ ഇത്രയും വില വർധന എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുക? ഇതെല്ലാ സാധനത്തിനും വില കൂടുതലോ. ഇപ്പോൾ തന്നെ ഹോട്ടലിൻ്റെ ഗ്യാസിന് 900 രൂപ കൂട്ടിയപ്പോൾ തന്നെ 160 രൂപ ഉണ്ടായിരുന്ന ബിരിയാണിക്ക് 200 രൂപയായി. അങ്ങനെ ഓരോ സാധനങ്ങൾക്കും വില കൂടുതലോ. അത് നമ്മളുടെ ബഡ്ജറ്റിനെ തന്നെ കാര്യമായിട്ട് ബാധിക്കും. അത് അപ്പോൾ ഇനിയും വില വർധന പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനിയും വില വർധന പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളാണല്ലോ ഈ പെട്രോൾ വില വർധന കാരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കണക്കൂട്ടൽ ഒരു 10 രൂപയെങ്കിലും കൂട്ടാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. പെട്രോളിൻ്റെ അവസ്ഥ വളരെ ഗുരുതരമായിട്ട് പൊതുജനങ്ങളെ ബാധിക്കും. ഇപ്പോൾ ഇന്നലത്തെ അവസ്ഥയിൽ നിന്നും ഒരു 3 രൂപ 27 പൈസ വരെ ഒരു ലിറ്ററിന് ഇന്ന് മുതൽ കൂടിയിട്ടുണ്ട്. സാധാരണ നിലയ്ക്ക് തന്നെ എല്ലാ കുടുംബങ്ങളിലും അവർക്ക് വേണ്ടുന്ന ഗാർഹിക സിലിണ്ടറിൻ്റെ ലഭ്യത വളരെ കുറവാണ്. അതുപോലെ തന്നെ വ്യാവസായിക സിലിണ്ടറിൻ്റെ വില വർധനവ് ഹോട്ടലുകളൊക്കെ അടയ്ക്കുന്ന രീതിയിൽ സാധാരണക്കാരന് ചെറിയ തോതിൽ ഭക്ഷണം കിട്ടുന്ന സൗകര്യങ്ങൾ എല്ലാം ഇല്ലാണ്ടാവുകയാണ്. അതുപോലെ തന്നെ അതേ അവസരത്തിലാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇന്നലെ പെട്രോൾ വില വർധന ഇന്ന് രാവിലെ നമ്മൾ ഉണരുമ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. അത് വാഹനങ്ങൾ ഓടിക്കുന്നതിന്, ബൈക്കുകൾ ഓടിക്കുന്നതിന്, കാറുകൾ ഓടിക്കുന്നതിന് എല്ലാ നിലയ്ക്കും യാത്രയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. നമ്മൾ ഓട്ടോറിക്ഷയിൽ കച്ചവടം ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡീസലിനും പെട്രോളിനും വില കൂടി, നിത്യം വാങ്ങുന്ന എല്ലാ സാധനങ്ങൾക്കും വില കൂടി, നമുക്ക് ജീവിക്കാൻ മാർഗ്ഗമില്ലാണ്ടായി തുടങ്ങി. ഇങ്ങനെ വില കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ആത്മഹത്യൻ്റെ ഗതികേടാവും എല്ലാവരും. ഇതിപ്പോൾ നമ്മൾ എല്ലാത്തിനും വില, പച്ചക്കറിയുടെ വില പിടിക്കേണ്ട ബോധം പോവും. അപ്പോൾ നമ്മൾ ഇത് എന്തെങ്കിലും കുറയ്ക്കാനുള്ള മാർഗ്ഗം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കുക. നമ്മുടെ ബിസിനസ്സൊക്കെ കുറഞ്ഞു. തീരെ ബിസിനസ് ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. കാരണം ആൾക്കാരാകെ ആശങ്കയിലാണ്. ഇപ്പോൾ പെട്രോളിന് വില കൂടിയതുകൊണ്ട് നമ്മളെ പോലെ സാധാരണക്കാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇനിയും വില വർദ്ധിക്കുമെന്നൊരു ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. അതാണ് ആൾക്കാരിപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാർക്ക് ഒരു ആശങ്ക വരില്ലോ. അതുകൊണ്ട് നമ്മുടെ പോലുള്ളവരൊക്കെ ബാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ വണ്ടി എടുത്ത് വരൽ കുറഞ്ഞു. അതുപോലെ നമ്മുടെ വർക്കിന് ഓടുന്ന വണ്ടികളൊക്കെ നമ്മളതിന് സ്വാഭാവികമായിട്ട് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ മണ്ണത്തിൽ നിന്ന് ഓട്ടോയിൽ വന്നതാ. 130 രൂപ ചാർജ് ചെയ്തു. 4 കിലോമീറ്റർ എന്നാണ് പറഞ്ഞവർ. ചോദിക്കാതെ പറഞ്ഞാൽ പെട്രോളിന് വില കൂടി അറിയില്ല ചേട്ടനാ ചോദിച്ചത്. പിന്നെ ഗ്യാസിൻ്റെ വില ഇപ്പോൾ സതീശൻ സാറൊക്കെ മുഖ്യമന്ത്രിയായിട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുത്താൽ നമുക്ക് നന്നായി. ഇപ്പോൾ പബ്ലിക്കിന് എന്നല്ല, ഇപ്പോൾ ബാറ്ററി വണ്ടി പോലും എടുത്തിട്ട് നിലയ്ക്കുന്നില്ല. കറണ്ട് കാശ് ഇനി കൂടുമെന്നറിയില്ല. ഇപ്പോഴത്തെ കാശ് ഗ്യാസും വീട്ടിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി തുടങ്ങി. പെട്രോൾ, ഡീസൽ വില വർധനവ് ഏറ്റവും കൂടുതൽ ബാധിക്കുക ഇടത്തര കർഷകരെയും നിത്യവരുമാനക്കാരെയാണ്. ഇത്തരം വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതം ദുരിതപൂർണ്ണവും പാവപ്പെട്ടവരുടെ. അപ്പോൾ ഈ വില വർധനവ് അടിച്ചേൽപ്പിക്കാതെ കേന്ദ്ര സർക്കാരിൻ്റെയും അതായത് സംസ്ഥാന സർക്കാരുകളുടെയും ആർഭാടങ്ങളും അതേപോലെ തന്നെ അധിക ചെലവുകളൊക്കെ ഒഴിവാക്കിയാൽ ഈ വർധനവ് ഒഴിവാക്കാം. കേന്ദ്ര സർക്കാരാണ് ഇത് പരിഹരിക്കേണ്ടത്. മറ്റു രാജ്യങ്ങൾ പരിഹരിച്ച പോലെ തന്നെ അമിത വില വർധനവ് പിൻവലിച്ച് സർക്കാരിൻ്റെ തന്നെ പാഴ്ചെലവുകളും ധൂർത്തുകളും നിയന്ത്രിച്ച ഈ വർധനവ് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഇപ്പോൾ പെട്രോളിനും ഡീസലിനും 3 രൂപയാണ് ലിറ്ററിന് കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും? അതൊക്കെ നന്നായി ബാധിക്കും. ചുരുങ്ങിയതൊരു 4 ലിറ്റർ ഡീസലെങ്കിലും വേണ്ടി വരും. ഇപ്പോൾ 12 രൂപ വഴിക്ക് പോയില്ലേ? അതിനുള്ള ഓട്ടമൊന്നും ഇപ്പോൾ ഇല്ല. ഇതിപ്പോൾ കാലത്തൊട്ടേ നേരം വരെ റൗണ്ട് ബ്ലോക്കായിരുന്നു. അപ്പോൾ അങ്ങനെ നിർത്തി കത്തിച്ച് നിൽക്കുമ്പോൾ നമുക്ക് ചിലവ് കൂടുതൽ തന്നെയാണ്. അപ്പോൾ അതിനുള്ള നഷ്ടമുണ്ട്. ഒന്നിന് തന്നെയല്ല, എല്ലാ സാധനത്തിനും. സാമ്പത്തികമായിട്ട് പറയുകയാണെങ്കിൽ വീട്ടിലെ എല്ലാ ഉപകരണങ്ങൾക്കും സാധനങ്ങൾക്കും ഒക്കെ വില കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമുക്കുള്ള വരുമാനം ഉണ്ടാവില്ല. ഇതിൻ്റെ കാശ് മാറ്റുമ്പോൾ ഈ ഡീസൽ ചിലവും കൂടി ഞങ്ങൾക്ക് അതിനുള്ള വരുമാനം നമുക്ക് വരണ്ടേ? അതുണ്ടാവില്ല. നഷ്ടം തന്നെ ഉണ്ടാവുള്ളൂ. ലാഭമൊന്നും ഉണ്ടാവാൻ വഴിയില്ല ഇതിൽ. പെട്രോൾ, ഡീസൽ വില വർധന പിൻവലിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാണ് സാധാരണക്കാരുടെ ആവശ്യം. ക്യാമറമാൻ സിബി പോട്ടോറിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്.